ഇടിവെട്ടിയാനെ പാമ്പ് കടിച്ചെന്ന് കേട്ടിട്ടില്ലേ? കണണിതാ ഇങ്ങോട്ടൊന്ന് നോക്കിയാൽ മതി. 1:45 കയറേണ്ട ട്രെയിനിൽ ഞങ്ങൾ സ്റ്റാൻഡ് ഓട്ടോ വിളിച്ച് കയറിയത് 1:43. ഓട്ടോ ചേട്ടൻ്റെ ഡ്രൈവിംഗ് സ്കിൽ കൊണ്ട് മാത്രം ഞങ്ങളിതാ കറക്റ്റ് സമയത്ത് ട്രെയിനിൽ കയറി. പക്ഷേ പ്രശ്നം ഇനിയാണ് ആരംഭിക്കുന്നത്. ചെറുതായിട്ടൊന്ന് കമ്പാർട്ട്മെൻറ്റ് മാറിപ്പോയി. D15 കയറേണ്ട ഞങ്ങൾ മാറി കയറിയത് D1. ആഞ്ഞു പിടിച്ച വൈകുന്നേരം ആകുമ്പോഴേക്കും അങ്ങ് എത്താമെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സീറ്റൊക്കെ എത്തിയൊന്ന് റിലാക്സായി. അത് പറഞ്ഞപ്പോഴാ സ്ഥലം ഞാൻ പറഞ്ഞില്ലല്ലേ, ജസ്റ്റ് ഒന്ന് എറണാകുളം വരെ പോവാം. പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിട്ടല്ല, എന്നാലും ഈ തള്ള വൈബ് എന്നെ ഒന്ന് വലിഞ്ഞു മുറുകും തോന്നുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനൊരു യാത്ര. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു തുറക്കുന്നുണ്ടോ, യാത്രകൾ നമുക്ക് ഒരുപാട് സമാധാനം തരുന്നു. ഞങ്ങളിപ്പോൾ വന്നത് ഞങ്ങളുടെ സ്കൂൾ ഫ്രണ്ടിൻ്റെ അടുത്തേക്കാണ്. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചിട്ടില്ല, പക്ഷെ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചാണ്. മനസ്സിലായില്ലല്ലേ? വാ പറഞ്ഞുതരാം. ഞങ്ങൾ 3 പേരും ഒന്നിച്ച് പഠിച്ചിട്ടില്ല. ഇവർ 2 പേരും LKG to 4th ഒന്നിച്ച് പഠിച്ചാണ്. ഇതിലൊരാളുടെ കൂടെ ഞാൻ 8th to 10th മറ്റേ കൂടെ +1 +2 ഒന്നിച്ച് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല, എന്നാലും മനസ്സിലാവുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. വി ആർ ഫ്രണ്ട്സ് ഓർ മോർ ലൈക്ക് ഫാമിലി. എന്നെ നന്നായി അറിയുന്നവർക്കറിയാം, എനിക്ക് ആകെ കുറച്ച് ഫീമെയിൽ ഫ്രണ്ട്സേ ഉള്ളൂ. ഒട്ടും എഫേർട്ട് ഇടാതെ ഞാൻ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നൊരു ഫ്രണ്ട് സർക്കിളാണിത്. ഞാനൊന്ന് മാറിക്കഴിഞ്ഞാൽ എന്നെപ്പറ്റി കുറ്റം പറയില്ല എന്ന് എനിക്ക് ഉറപ്പുള്ള 2 പേരാണ് ഇവർ. ആ കൂട്ടത്തിൽ ഒരു പേരും കൂടെ മെൻഷൻ ചെയ്യാനുണ്ട്. എൻ്റെ ഏത് ഫ്രണ്ട് സർക്കിളിൽ പോയാലും ഞാൻ മെൻഷൻ ചെയ്യുന്നൊരു പേരാണിത്. പക്ഷേ ആളിതുവരെ എൻ്റെ ഫ്രെയിമിൽ എത്തിയിട്ടില്ല കേട്ടോ. അതൊക്കെ പോട്ടെ, കുറേ കാലത്തിന് ശേഷം കണ്ടല്ലേ, ഞങ്ങൾക്ക് ഒരുപാട് ഗോസിപ്പ് പറയാനുണ്ട്. അങ്ങനെ കുറച്ച് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക്